ദീന ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ. ബഹുമാനികളെ, ബാബുൻ ഫിൻ നസീഹ. നസീഹത്തിനെ കുറിച്ച് പറയാം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കുക എന്നാണ്. സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള നന്മകളാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ സ്വയം വ്യക്തികൾക്കുള്ളതായ ഗുണങ്ങളെ കാക്ഷിക്കുന്നവരാണ് ധാരാളം. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. വൈറിന് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി നന്മ ഉദ്ദേശിക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു വ്യക്തമായ സ്വഭാവമാണ്. ആദ്യം തന്നെ ആ അധ്യായത്തിൽ പറയുന്നത് സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. എല്ലാ മുഅ്മിനീങ്ങളും ഒരു ഉദരത്തിൽ നിന്ന് പിറന്നു വീണവരാണ്. എല്ലാ മുഅ്മിനീങ്ങളും സഹോദരന്മാരാണ്. ഭാഷ, ദേശ, വർണ്ണ വിവേചനമില്ലാതെ, കറുത്തവനായാലും വെളുത്തവനായാലും പണക്കാരനായാലും പണിക്കാരനായാലും ഏത് ഭാഷക്കാരായാലും എല്ലാ മുഅ്മിനീങ്ങളും സഹോദരന്മാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ ആദ്യം കൊടുത്ത ആയത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, എവിടെ ചെന്നാലും മുഅ്മിനീങ്ങളായ ആളുകളോടൊക്കെ അവർക്കോടൊക്കെ ഒരു ബന്ധം വേണം, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം, അവരോട് സമ്പർക്കം പുലർത്തണം, അവർക്ക് വേണ്ടുന്ന ഖിദ്മാത്തുകളൊക്കെ ചെയ്തു കൊടുക്കണം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അഅറാഫ് സൂറത്തിൻ്റെ 62-ാമത്തെ ആയത്തിൽ പറയുന്നു, വഅൻസഹു ലക്കും. ഓ സമൂഹമേ, നൂഹ് നബി അലൈഹി സ്വലാം പറയാം, ഓ സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് ഗുണം കൊണ്ട് ഉപദേശിക്കുന്ന ആളാണ്, നന്മ ഉദ്ദേശിക്കണം, നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മറ്റൊരു സൂറത്തിൽ അഅറാഫ് സൂറത്തിൻ്റെ 68-ാമത്തെ ആയത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാമിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ സംഭവമായിട്ട് കാണാം, വ അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണം കൊണ്ട് ഉപദേശിക്കുന്ന ആളാണ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ സ്വന്തം മറ്റുള്ളവർക്ക് ഗുണത്തെ ഉദ്ദേശിക്കുകയും അവർക്ക് ഗുണമുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയും അതിനെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം എന്നാണ്. ഈ വിഷയത്തിൽ ഒന്നാമത്തെ ഹദീസ്, അൻ അബീ റുഖയ്യത തമീം ഇബ്നു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അദ്ദീനു അൻ-നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ നസീഹത്ത് എന്നാണ്. അത് വയലാറിന് കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഖൈറ് ഉദ്ദേശിക്കുക എന്നാണ്. മറ്റുള്ളവർക്ക് ഖൈറ് ഉദ്ദേശിക്കുക. അപ്പം അങ്ങനെ യാത്ര പോവാണ്. യാത്രയിൽ ചിലപ്പോൾ നമ്മളൊരാളെ കണ്ടു, അവനക്ക് എന്തെങ്കിലും ഖൈറുണ്ട് എങ്കിൽ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം, എങ്കിലേ നമ്മളോട് ഇങ്ങോട്ട് ഉദ്ദേശിക്കുകയുള്ളൂ. അങ്ങനെ മറ്റുള്ളവർക്ക് ഖൈർ ഉദ്ദേശിക്കുക എന്ന ഹദീസിൻ്റെ തുടക്കത്തിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആർക്കാണ് ഞങ്ങൾ നന്മ ഉദ്ദേശിക്കേണ്ടത് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ആർക്കാണ് ഞങ്ങൾ നന്മ ഉദ്ദേശിക്കേണ്ടത്? ഖാല, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലില്ലാഹി, അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്ക് നന്മ ഉദ്ദേശിക്കൽ എങ്ങനെ? ഈ വിഷയത്തെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ ധാരാളം പേജുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് നന്മ ഉദ്ദേശിക്കുക, അള്ളാഹ്ക്ക് നന്മ ഉദ്ദേശിക്കുക എന്നുള്ളിടത്തപ്പം നമ്മളെ ചർച്ച ഉള്ളത്. ആ ചിലപ്പോൾ 2, 3, 4 ഒരാഴ്ചക്ക് നീണ്ടുപോകും. അള്ളാഹ്ക്ക് നന്മ ഉദ്ദേശിക്കുക എന്നെങ്ങനെയാണ്? അത് അള്ളാഹിൻ്റെ ദീനിനെ ഏറ്റവും മേലെയായി കാണുകയും
അള്ളാഹുവിന് വേണ്ടി നല്ലോണം നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹിൻ്റെ ദീൻ വളർത്താനും ഉയർത്താനും അള്ളാഹുവിൻ്റെ ദീനിൽ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വഴിപ്പെട്ട് ജീവിക്കുക. നല്ലക്ക് മരിച്ചാൻ പറ്റുള്ളൂ. അള്ളാഹു തആല ഈ ലോകത്ത് നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ. അള്ളാഹുക്ക് ഈമാൻ നൽകട്ടെ. നമ്മളെ ഈമാനിന് അള്ളാഹു തആല ഭംഗി കൂട്ടിത്തരട്ടെ. ആ ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തുനിന്ന് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ലോകത്തുള്ള മനുഷ്യ കോടികൾ, എത്രയോ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ചില ആളുകളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അള്ളാഹ് സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു തആല ഈമാൻ ഇട്ട് കൊടുക്കും. ആ ഈമാനാണ് കൈമുതലാക്കി വെക്കേണ്ടത്. അതാണ് നമ്മൾ കളഞ്ഞു കുളിക്കുന്നതും ഈ കാലഘട്ടത്തിൽ. ഒരു കല്യാണം ഉണ്ടായ പോലെ സകല ഈമാനും തെറിച്ചു പോകില്ലേ? ഒരൊറ്റ കല്യാണം മതി. ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സകത്ത് ഈമാൻ ഉണ്ടോ? ഈമാൻ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനം അവരെ വക്കൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തേ പറഞ്ഞേ? ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണോ ഓൻ അങ്ങനെ മരിച്ചുള്ളൂ. ഖാല റസൂലുള്ളാഹി അൽ മർഉ യമൂതു. ഒരു മനുഷ്യൻ മരിക്കും. ഏത് രൂപത്തിൽ? ഓൻ എങ്ങനെയാ ജീവിച്ചത് ആ ജീവിച്ച രൂപത്തിലേ ഓൻ മരിക്കുള്ളൂ. ലാസ്റ്റ് അവസാന ഘട്ടം. കുറേ മുമ്പ് തന്നെ ഈമാൻ തയ്യാറാക്കണം എന്നല്ല പറഞ്ഞത്. ലാസ്റ്റ് ഘട്ടത്തിൽ മരിക്കുന്ന നേരത്ത് ഈമാൻ കത്തിപ്രകാശിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിട്ടില്ലേ? ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. ചർച്ച വിശാലമാണ്, ക്ലാസ് ചെറിയ ക്ലാസ്സാണ്, കുറച്ചേരത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടരും. അള്ളാഹുവിനോടുള്ളതായ നസീഹത്താണ് ഒന്നാമത്തത്. എങ്ങനെ അള്ളാഹ്ക്ക് നസീഹത്ത് ചെയ്യുക, എങ്ങനെ അള്ളാഹ്ക്ക് ഗുണം കൊണ്ട് ഉദ്ദേശിക്കുക, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതിനിവിടെ എന്ത് ചെയ്യണം? ഫിഖ്ഹ് നിർബന്ധമായിട്ടും പഠിക്കണം. ഫിഖ്ഹ് കർമ്മശാസ്ത്രമാണ്. എങ്ങനെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുടുംബബന്ധം പുലർത്തേണ്ടത്, എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് സമ്പാദിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാത്തിനും ഫിഖ്ഹ് ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പാൽപ്പം കുറേശ്ശെയായിട്ട് ചർച്ച ചെയ്ത് ദീനുള്ള ഒരു മനുഷ്യനായി ജീവിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനുള്ള മരണം വരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അല്ലാഹുവേ, നല്ല പ്രഭാത സമയത്ത് പടച്ചോനെ നല്ല മഴ പെയ്യുന്ന നേരമാണ്. ദുആക്ക് ഇജാബത്തുള്ള നേരമാണ്. ഓരോ മഴത്തുള്ളിൻ്റെ കൂടെയും കോടാനക്കോടി മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയമാണ്. ഞങ്ങളെ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പള്ളിയിൽ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്ന ഭക്ഷണം വെച്ച് തരുന്ന കാക്ക, അതുപോലെ തന്നെ അവരുടെ ഭാര്യയൊക്കെ രോഗികളാണ്. ഒരർത്ഥത്തിൽ അല്ലാഹു തആല പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ. ഇവിടെ കൂടിയ ജമാഅത്തിന് വരുന്നവർക്കും പലരും പല കാരണത്തിനു വേണ്ടിയിട്ടും മരുന്ന് കുടിക്കുന്നവരാണ്. റഹ്മാനായ റബ്ബ് ആജിലായ ശിഫാ നൽകണേ റഹ്മാനെ. ഇബാദത്തിനുള്ള ശേഷി, ശക്തി, ആരോഗ്യം ഞങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള രോഗങ്ങളോ അതുപോലെ തന്നെ അപകടങ്ങളോ